ஹலோ கைஸ், வெல்கம் பேக் டு அனதர் வீடியோ. இன்னைக்கு இந்த வீடியோல எதை பத்தி பார்க்க போறோம்னு சொல்லி பார்த்தீங்கன்னா, நம்ம எக்கோ மூவில இருந்து சீன் 3 தான் இன்னைக்கு வந்து ரியாக்ட் பண்ண போறோம். இதுக்கு முன்னாடி சீன் 2 வரைக்கும் ரியாக்ட் பண்ணி அப்லோட் பண்ணிருக்கேன். பார்க்காதவங்க போய் செக் பண்ணி பாருங்க. சீன் 2ல வந்து ஆ ஆ அந்த குறியச்சன் வந்து சொல்லிட்டே இருக்காங்க. அது யாரு என்னன்னு சொல்லிட்டு தெரியல. அதுக்கப்புறம் வந்து அவரு ஹீரோன்ட்டு நெனைக்கிறேன். அவரு வந்து யாரோ ஒருத்தர பார்த்துட்டு தொரத்திட்டு போவாரு. ஐ திங்க் வந்து பார்த்தீங்கன்னா, அந்த பார்ட்டியா தான் இருக்குன்னு சொல்லிட்டு என்னோட கெஸ்ஸிங்கு. போக போக தெரியும். அதுக்கப்புறம் வந்து நரேன் வந்து அந்த ஒரு கார்ல வந்து போயிட்டுருப்பாரு. டக்குனு வந்து பிரேக் பிடிக்காது. அந்த சிச்சுவேஷன்ல எப்பட்றா நிறுத்த நான் வந்து இடிச்சு நிப்பாட்டினா தான் கரெக்ட்டா இருக்கும்னு நெனச்சேன். அதே மாரி வந்து பேக் எடுத்து வச்சுக்கோ அப்படின்னு சொல்லிட்டு டக்குனு போய் இடிச்சுருவாரு. செமையா இருந்துச்சு அந்த சீனு. இப்ப சீன் 3ல என்ன இருக்கு அப்படின்னு சொல்லிட்டு, இல்ல குறியச்சன காமிக்கிறாங்களா என்னன்னு சொல்லிட்டு தெரியல. போய் பார்த்துட்டு அதுக்கப்புறம் அத பத்தி பேசுவோம். வீடியோக்குள்ள போறதுக்கு முன்னாடி இன்னும் நீங்க யாரும் நம்ம சேனல் சப்ஸ்கிரைப் பண்ணலாம், தயவுசெய்து சப்ஸ்கிரைப் பண்ணி சப்போர்ட் பண்ணுங்க. மறக்காம இந்த வீடியோக்கு லைக் பண்ணுங்க. இப்ப வாங்க வீடியோக்குள்ள போலாம். തള്ളപ്പെട്ടേവിടെ ഇതുങ്ങളവിടെ എങ്ങനെ ഇട്ടിട്ട് സർക്കിട്ട് പോയാ കുഞ്ഞുണ്ടായെന്ന് ചോദിച്ചാൽ അതിന് സ്വന്തം കാര്യം നോക്കണ്ടേ? ഞാൻ അന്നേ പറഞ്ഞു എന്തത് സഹിക്കാനുള്ള നമുക്ക് കൊടുക്കാന്ന്. സീറ്റ് കൊടുക്കലൊക്കെ ഒരുമാതിരി ഓണർഷിപ്പ് സ്ഥാപിക്കല. അവർക്ക് ഇതിന് എത്ര ആളിങ്ങനെ മുതൽ കൊടുക്കേണ്ടി വരും? 1.5 മാസം കിട്ടിയാ നല്ലത്. ഷാജേട്ടൻ ഇവിടൊക്കെ ചോദിക്കാറുണ്ട് പറ്റുമെന്ന്. അയാൾ എന്തിനാ ഇതിന്റെ പേര് അന്വേഷിക്കുന്നേ? പുള്ളിവർണ്ണത്തിനെ വളർത്താൻ ചോദിച്ചായിരുന്നു. നീ വേണേ കൂടെ പോയി വളർന്നു, ഇതിനെ കൊണ്ടുപോകാനൊക്കെ ഇല്ല. അത് ശരി, ചേട്ടത്തിയുടെ പൊട്ടിയൊന്നുമല്ലല്ലോ, പറയാനോടൊന്ന് കിടന്നല്ലേ ഉള്ളൂ. തർക്കിക്കണ്ട വീസേ. അവര് വീട്ടിൽ വളർത്താനേ ചോദിച്ചത്. വളർത്താൻ ഒന്നീ കൂട്ടിലിട്ട് പൂട്ടും, അല്ലെ ചങ്ങലക്കിടും. ഇതല്ലേ വളർത്തല്. ഞാൻ പട്ടിനെ അങ്ങനെയല്ലേ വളർത്താത്. ഞാനങ്ങനെ വളർത്തുന്നില്ലല്ലോ. കൊച്ചക്കാരെ തടവിലിടുന്ന പോലാണോ സ്വന്തം ഇഷ്ടത്തിന് ഇവിടെ ജീവിക്കേണ്ട പട്ടിയെ കൂട്ടിലോ ചങ്ങലയിലോ ഇടുന്നത്? കൊടുക്കണ്ടെങ്കിൽ കൊടുക്കണ്ട, ഞാൻ വിട്ടു. നിനക്ക് കാശ് വല്ലതും തന്നോ? ജോബം കൈക്കൂലി വല്ലതും തന്നോന്ന്? മുഖം കാണിച്ചേ. പിടിപ്പിച്ചതാ. എത്രയുണ്ട്? മാനം കളയാനായിട്ട്. ഈ കാര്യത്തിലൊന്നും അവന്റെ അപ്പന്റെ ഗുണമൊന്നും അവന് കിട്ടിയിട്ടില്ല. ജോപ്പൻ ചേട്ടായി കുരിയാച്ചനാടുന്ന രസത്തിലല്ലേ? അത് പിന്നെ അങ്ങനെയല്ലേ വളർത്തി. കുരിയച്ചന് പിന്നെ എല്ലാത്തിനേക്കാളും കാര്യമൊക്കെ പട്ടികളെയാ. ഈ പട്ടികളെ നോക്കി വന്നപ്പോഴാ എന്നെ പോലും ആദ്യമായി കാണുന്നേ. അതറിയോ? അതിന്റെ സംഭവം മലയാള ഭാഷയില് എന്തോ ഒരു പേര് പറയാറുണ്ട്. അന്ന് അവിടെ ചിലയിടത്തൊക്കെ മാത്രം ഉണ്ടായിരുന്ന ഒരു ഇനമാണ്. പേരെന്താ? ചിലര് തോട്ടങ്ങളിൽ ഇതുങ്ങളെ വളർത്തും, കള്ളന്മാരും പന്നികളും കയറാണ്ടിരിക്കാൻ. മലേഷ്യൻ പട്ടികൾ എങ്ങനെ നമ്മുടെ നാട്ടിൽ നിന്ന് എത്തി? ഞാൻ എങ്ങനെ എത്തിയോ അങ്ങനെ തന്നെ അവരും എത്തി. പണ്ടതൊക്കെ പതിവായിരുന്നു, അങ്ങോട്ട് പോക്കും തിരിച്ചു വരവും. മദ്രാശിയിൽ നിന്നും നാഗപട്ടണത്തു നിന്നും അന്ന് 2 ആഴ്ച കൂടുമ്പോ കപ്പലുണ്ടായിരുന്നു മലേഷ്യക്ക്. അറിയാം, പണ്ട് പത്തനംതിട്ടയിൽ നിന്നും കുറെ പേര് മലേഷ്യക്ക് പോറുണ്ടായിരുന്നു റബ്ബർ തോട്ടത്തിലെ പണിക്ക്. സ്ഥലം കേരളം കൂട്ട് തന്നെയാണല്ലേ? കൊറേയൊക്കെ പോകുന്നവരധികവും മരപ്പണിക്കും റബ്ബർ തോട്ടത്തിലും തേയിലത്തോട്ടത്തിലും ഒക്കെ കൂടാൻ പോകുന്നവരാ. ഇതിലൊന്നും പെടാത്തൊരു പണിക്ക് വന്ന് കുരിയച്ചന. Japanese divisions are facing heavy resistance as Allied forces press forward, capturing key towns and supply routes. Rice rationing is already in effect in Malaya to conserve supplies. Meanwhile, in Europe, Hitler has ordered intensified airstrikes, pressing his campaigns across the Balkans.
Saya bertemu mereka di Taiping. Mereka berasal dari India. Kujin. Mohan. Bagaimana ini berlaku? This is Soy, Your daughter? my wife. Oh, sorry. I just... No problem. People can be judgmental. Don't know who make age rules in marriage. But can be an advantage too. Even though she's my wife, I take care of her like my daughter. Why don't you take care of your wife as if she's your wife? Sila masuk. Come inside. உள்ள வாங்க. Sila masuk. Bahasa Melayu. Bahasa Melayu. Kenapa anjing itu tidak menyala kepada mereka? Sebab saya ada bersama mereka. Come. Sit, sir. They are dog experts. Mereka datang ke Malaya to study dogs. Study? Tugas mereka adalah untuk mengkaji anjing dan membangunkan pakai yang baru. They even supply dogs to military and police in India. She's wondering what strange job you do. நாய்க்கு அஞ்சிங்னு சொல்லுவாங்க. Farming rules. No one buy. No money, no price. Kebanyakan orang pun sudah jual ladang dan pergi dari sini. Rumah yang terdekat pun 5 atau 10 km. For me, set up some money, move house to city. Malahan dog business lah salah satu rancangan daripadanya. Only 1 week old. വന്നിറങ്ങിയിട്ട് 2 ആഴ്ചയായി. സകലമാന ഊരുകളിലും കറങ്ങി തെണ്ടി തിരിഞ്ഞിട്ട് ഇപ്പോഴാ ഇതിന്റെ ഒരു പ്യൂർ ബ്രീഡിനെ കണ്ടു. But the price you ask for is still a bit too high. Sir, listen to Korean, sir. My dogs, very, very pure. My father, grandfather, for generations breeding dog. No look outside dog, lady's face. Very disciplined. No crossing. No need fencing. They know their territory. Mereka sudah membina satu pagar yang tidak kelihatan dalam fikiran mereka. Menambah sedikit lebih bersih daripada yang lain. Kanker sudah 2 bulan. Sir, no camera. Kan kasuwa budak. She never take photo. Can take photo of her? Good photo, good memory. Gambar. Well, I can, yeah. Pilih pakaian yang cantik. Yang cantik? Cantik. No. Cantik அப்படின்னா நல்லா My இருக்கு. wife or sister must take fresh clothes home only. I'll buy another one. It's okay. Saya lupa. Sir, she's ready. Straight. Up. Straight. A little bit this side. A bit to the right. Yes. Yeah. Perfect. Ini apa itu? Oh. Yosia? Outside. Giving food to dogs. First dog eat, then Yosia eat. Yosia, what happened? Adakah dia beritahu kamu supaya tidak beritahu saya? Outside war, danger. Saya cuma takut jika Yosia terus berlari ke sana sini untuk mencari wang, dia mungkin akan berada dalam bahaya. Maybe he wished to take care of you. This still? Say it in your own language. Jika jalan ini berjalan lancar, we get money.
Maka, Yosia boleh tinggal di rumah untuk seketika daripada berulang-alik ke sana കുറച്ച് sini. കൂടുതൽ ചോദിക്കാനാണ്. Dia agak gila sedikit. Datang dan berisi lagi. Oke. Alin, 1, 2, 3. 1, 2, 3. 1, 2, 3. I have heard Go, this part go. of the country is not at all safe at night. Yeah. Equality, robbery. Heard a lot. Don't worry, sir. My dogs like military. This country not safe. My house very, very safe. Dulu sungai ini dia bawa kayu balan, basikal, barang-barang rumah. Sudah barang mula, inilah dia bawa. ஆத்துல யாரோ இருக்காங்க சொல். Akan tinggal negara ini sehingga mengucik-acikkan. മലായയിൽ വന്നിറങ്ങിയ ടൈം ഏതായാലും കൊള്ളാം. Kalau kamu hanya nak tinggal 1 malam saja, kenapa kamu datang? Jadi, patukah saya tinggal sini tak buat apa-apa? Bukankah kita perlu wang untuk terus hidup? Adakah mencari wang saja sudah mencukupi? ஒரு நாள் நைட்டு தான் நான் தங்கறதுக்கு எதுக்கு வந்தேன்னு சொல்லி கேட்குறாங்க. Sekali-sekala? சரி இங்கே ஃபுல்லாக இருந்துட்டா நான் என்ன பண்ணேன்? Hey, you are also coming? Yes, sir. Need to meet some people in city. No worry. Masih 1,5 bulan lagi. Pada masa itu, 1.5 மாசம் kita இருக்கு. akan menyusul dan penuh dengan tenaga. Semua milik kamu. പിന്നെ കുര്യച്ചൻ 1.5 മാസം കഴിഞ്ഞാണോ? Tension is mounting as the Allied planes bomb ports and supply facilities in Malaya, while the Japanese forces answer with harsh measures. Conditions remain severe, with reports of intensified patrols and harsh punishments under Japan. அவரை காணோம். Sini, sini. datang sini. datang sini. Sini. இங்கே வா, இங்கே வா. അവൻ പറഞ്ഞ പോലെ കില്ലാടി ജാതി അച്ഛന. ഇതിവിടെയുള്ള ധൈര്യത്തിലായിരിക്കണം അവൻ ഈ നാട് മൊത്തം നിരങ്ങിയത്. തുടക്കത്തിന്റെ മൂച്ചല്ലട, നമ്മൾ കാണാനാണ് നായ്ക്കള്. ഈ നായിന്റെ മക്കള് നമ്മൾ കണ്ട കൂട്ടത്തിൽ പെടുന്നതല്ലെന്നാ പറഞ്ഞത്. എന്നാണെങ്കിലും വന്ന കാര്യം പറഞ്ഞില്ലെങ്കിൽ എങ്ങനെ? ഇവിടുന്ന് അത് വിളിച്ചു പറഞ്ഞോ? 100 അടി അപ്പുറത്തുനിന്ന് വിളിച്ചു പറയേണ്ട കാര്യമാണ്. Datang sini. Mama.
அச்சோ கடிச்சா வச்சிருச்சு. അവനില്ലാതെ ഇവന്മാരെ നമ്മൾ അകത്തോട്ട് കയറ്റത്തില്ല. നോക്കേ, രണ്ടെണ്ണം വീതം വിങ് തിരിച്ചിട്ട് അറേഞ്ച്മെന്റ്. കല്ലെടുത്ത് എറിഞ്ഞാൽ തോടുന്ന സൈസ് അല്ല ഇത്. താനിത് എങ്ങോട്ടാണോ? செம்மையா பாதுகாக்குது. ഇവിടെ നിന്നോണ്ട് പറയേ രക്ഷയുള്ളൂ. ഓരോ കാര്യം പറയുന്നതിനും ഒരു രീതിയില്ലേ? കെട്ടിയോ മരിച്ച വിവരം ഇങ്ങനെ വിളിച്ചു പോവുകയാണോ പെണ്ണുമ്പിള്ളെ അറിയിക്കേണ്ടത്? എടോ, ഇവിടെ എത്ര എണ്ണം ബോംബ് പൊട്ടിയും വെടികൊണ്ടും ഡെയിലി ചാവുന്നുണ്ടാവും. അങ്ങനെ ഇന്ന രീതിയിലേ അറിയിക്കാൻ പാടുള്ളൂ എന്നൊന്നുമില്ല. എങ്ങനെയും വന്ന കാര്യം നടത്താൻ നോക്കാന്നല്ലാണ്ട്. உக்கரத்துல இருக்கு. നിങ്ങൾ വരുന്നേ വാ, ഞാൻ വിടുവാ. പൊച്ചു പൊച്ചു പൊച്ചു. പോത്ത അവനിങ്ങോട്ട് വരുന്ന പ്രതീക്ഷിച്ച് അവൾ ഈ കുടിലിൽ കിടക്കണം എന്നാണോ? ഈ നായ്ക്കൾ അവളെ പുറത്തിറക്കാൻ പറ്റില്ലെങ്കിലോ? ജയിലിലിട്ട പോലെ ഇവിടെ കിടക്കേണ്ടി വന്നാലോ? കിടക്കട്ടെ, കെട്ടിയോ തന്നെ ഉണ്ടാക്കി വെച്ച പ്രൊട്ടക്ഷൻ അല്ലേ, അനുഭവിക്കട്ടെ. എനിക്ക് ഉറപ്പാ അവളായിട്ട് വേലി ചാടുന്ന ഒരു ഡൗട്ട് കൂടി അവനുണ്ടായിരുന്നു. അന്ന് കള്ളും പുറത്ത് അവൻ പറഞ്ഞു ഓർക്കുന്നുണ്ടോ? ഹീറ്റിലുള്ള പട്ടിയും പെണ്ണും ഒരുപോലെയാ കൂട്ടിൽ അടക്കണം എന്നൊക്കെ. നാളെ 5 മണിക്കുള്ളിൽ പലാങ്ങിലെത്തി നമുക്ക് ഒരുമിച്ച് പോവാം. പോർട്ടേറിയലെങ്ങാൻ ഒരെണ്ണം വീട് പൊട്ടിയാ പിന്നെ അടുത്തൊന്നും വേറെ ഷിപ്പ് കാണുമല്ലോ നാട്ടിലേക്ക്. എങ്കിൽ നിങ്ങൾ എവിടെ ഇരുന്ന് മരിപ്പൊക്കെ അറിയിച്ച് അടിയന്തരം കൂടിയിട്ട് വാ, ഞാൻ പോവാ. ഓത്താ നീ നായ്ക്കൾ അങ്ങനെ